സിറ്റിംഗ് പൊസിഷൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആ സമയത്തെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിന് ഒരു ഓഫീസിലേക്ക് പോയത്. അപ്പോൾ അത്യാവശ്യം ട്രാവൽ ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് ഡ്രെയിൻഡ് ആയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് മെല്ലെ എന്നെ വിളിച്ച് മാനേജറിൻ്റെ റൂമിൽ ഇരുത്തി, വെയിറ്റ് ചെയ്യൂ, അദ്ദേഹം ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ എത്തും, അതുപോലെ തന്നെ അവിടെ ഇരുത്തി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഗുഡ്. കുറച്ചുകൂടെ നല്ലൊരു ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി ആ ചെയറിൽ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തു, എന്തു പറ്റി പെട്ടെന്ന് കുറച്ചൊന്ന് ട്രെയിൻഡായിട്ട് കയറി വന്നു. ഒന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴും ഈ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറച്ചും കൂടി കോൺഫിഡൻസും അതുപോലുള്ള കാര്യങ്ങളും ബെറ്ററായിട്ട് വന്നത് എന്ന് ഞാനൊന്ന് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തത് കാര്യം, ഞാൻ ഇരിക്കുന്ന ആ ഒരു സിറ്റിങ്ങിൻ്റെ പാറ്റേൺ ആണ്. ഒരു പക്ഷേ ആ ഒരു മൂഡ് എൻഹാൻസ് ചെയ്യാനായിട്ട് വേറെ പോലെ ഫാക്ടേഴ്സ് ഉണ്ടാവാം. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം എൻ്റെ ഒരു സിറ്റിംഗ് പൊസിഷനാണ്. കാര്യം വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള, എക്കണോമിക്കലി വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ചെയറാണ് അവിടെ ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ ലോവർ ബാക്കിന് ലോവർ ബാക്കിനും അതുപോലെ നമ്മുടെ ആ ഒരു ലംബർ കർവിനും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൊരു ചെയറായിരുന്നു. അപ്പോൾ ആ ലോവർ ബാക്കിന് സപ്പോർട്ടും ആ ലംബർ കർവിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇരിക്കുന്ന രീതി സ്ട്രെയിറ്റായി, ഇരിപ്പ് എറക്റ്റായി. എറക്റ്റായിട്ട് ഇരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു അപ്പർ ബോഡി പതുക്കെ പതുക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത്, അതായത് ഷോൾഡർ ഒന്ന് ഓപ്പൺ അപ്പ് ആവാനും, ഷോൾഡർ ഓപ്പൺ അപ്പ് ആയപ്പോൾ ഏകദേശം നമ്മുടെ ചിൻ ലെവല് കറക്റ്റ് ഷോൾഡറിൻ്റെ ആ ഒരു ലെവലിൽ വരാനും ആ ഇരിപ്പ് കറക്റ്റ് ഒരു പാറ്റേണിലായി. അപ്പോൾ കറക്റ്റ് ആ പാറ്റേണിലായി എന്ന സമയത്ത് എൻ്റെ ബ്രീത്തിങ് പാറ്റേണും അറിയാലോ, നമ്മുടെ ബോഡി പോസ്റ്റർ മാറുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ ഒരു ഫീലിംഗ് മാറുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ബ്രീത്തിങ് പാറ്റേൺ മാറി, ആ ബോഡി പോസ്റ്റർ മാറി. അപ്പോൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി, അതുപോലെ വളരെ എഫക്റ്റീവായിട്ട് ആ മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ട് വേറൊരു കാര്യമുണ്ട്. കാര്യം, ഏതെങ്കിലും കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോകുന്ന സമയത്ത്, ഏതെങ്കിലും സോഫയിലോ സെറ്റിയിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ആകെ ചിലപ്പോൾ ഒരു ഡ്രെയിൻഡായിട്ട് പോകാനായിട്ട് തോന്നാറുണ്ട്. പലപ്പോഴും അവിടെ ആ സെറ്റിൽ അങ്ങനെ തന്നെ കിടന്നാലോ എന്നും തോന്നി പോകാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, മറ്റു പല ആസ്പെക്ട്സും ഉണ്ടാവാം. കാര്യം, നമ്മളവിടെ ഇരിക്കുന്നുണ്ടാവുക, ആ ഇരിക്കുന്നതിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ സെറ്റിൽ നമ്മളൊന്ന് സ്ലൗച്ച് ചെയ്ത് ഒന്ന് ബെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ സ്ലൗച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ 2 ഷോൾഡറും ഇങ്ങനെ ഫോർവേഡ് വന്നു, ഇങ്ങനെ കൂനിയും, നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ അതുപോലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് മാറും. അപ്പോൾ നമുക്ക് നേരത്തെ ഫീൽ ചെയ്തിട്ടുള്ള പോലെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടാവില്ല. കുറച്ചുകൂടെ നമുക്ക് ഡ്രെയിൻഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ബിസിനസ് ഡീൽ ഉറപ്പിക്കാനായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളായിട്ട് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവസരങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളുടെ ഇരിപ്പ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാര്യം, നിങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ അതുപോലെ എറക്റ്റായി ഇരുന്ന് നിങ്ങളുടെ ഒരു ഷോൾഡർ ലെവൽ എക്സ്പാൻഡ് ചെയ്ത് ചിൻ ലെവൽ കറക്റ്റ് ആ ഷോൾഡർ ലെവലിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. താങ്ക് യു.